വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള രീതിക്ക് അവർ നിൽക്കുന്നുണ്ട്. അവസാനമാണെങ്കിൽ ശാലിക തൻ്റെ വിഷമമൊക്കെ പറയുന്നുണ്ട്. പിന്നെ പണം കൊടുത്തില്ലെങ്കിൽ അവർ കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, എന്തെങ്കിലും ഒരു വഴി കാണും, അതിനുള്ള വഴിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ ആധാരം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അന്നേരം ആധാരമൊന്നുമില്ല എന്നിങ്ങനെ എടുത്ത വായിൽ ശ്യാമ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ അതും കൂടി കൊണ്ടുപോകാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഈ പൈസ ശാലിനിയോടൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന്. അന്നേരം ഒരു മക്കളുടെയും പണം എനിക്ക് ആവശ്യമില്ല, ഓരോരുത്തരെയും മേടിക്കുമ്പോഴും 1 രൂപ വരെ വെച്ച് കണക്ക് ഞാൻ പറയണ്ടേ, പല രീതിക്കാണ് 3 പേരും പറയുന്നത് എന്നുണ്ടെങ്കിലും കൊള്ളുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ചങ്കിലല്ലേ, അതുകൊണ്ട് അതെനിക്ക് വേണ്ട. ശാരദയ്ക്കും മക്കൾക്ക് വേണ്ടി ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല, മക്കളെ വളർത്താനോ പിന്നെ പഠിപ്പിക്കാനോ കല്യാണത്തിനോ അങ്ങനെയൊന്നും ഞാൻ 1 രൂപയും ചിലവാക്കിയിട്ടില്ല. പ്രസവിക്കാൻ പോകുമ്പോൾ വരെ അവൾ അതിനുള്ള കാശ് ഒപ്പിച്ചിട്ടാണ് അവൾ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു പാവഭാരത്തിൽ നിന്നൊക്കെ എനിക്ക് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ മതിയാവുകയുള്ളൂ. പണം കിട്ടുന്ന ഒരു സ്ഥലം, ഞാൻ പോയാൽ പണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെ കൊന്നിട്ടായാലും ഞാൻ പൈസയും കൊണ്ടേ വരൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ കൂടി വരാം അച്ഛാ എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമില്ലാത്ത രീതിക്ക് നിൽക്കുകയാണ്. അച്ഛൻ രണ്ടും കൽപ്പിച്ചാണല്ലോ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ്. പക്ഷെ വിഷമിച്ച് ശാരിക ഇരിക്കുകയാണ്. രോഹിത്താണെങ്കിൽ ആ ശ്യാമയുടെ പ്രവൃത്തിയെ കണ്ട് ആകെ സഹി കെട്ട് നിൽക്കുകയാണ്. ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ ശിവന്റെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. യാത്ര പറയുന്നോണം ആ ഒരു ഉമ്മർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം മോള് കൂടി പങ്കെടുത്തതിൽ വളരെ സന്തോഷം എന്നിങ്ങനെ നിർമ്മല പറയുന്നുണ്ട്. അന്നേരം ഒരു യാത്രയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഇവിടെ വന്നിട്ടാണ് പിറന്നാളെന്നൊക്കെ അറിയുന്നത്. പിന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്ര സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അറിയാതെയാണ് ഞാൻ വന്നത്, അറിഞ്ഞാൽ പിന്നെ എന്നെ ഇങ്ങോട്ട് വിടത്ത് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശരി ഇനി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇറങ്ങിയിട്ട് കാറിലേക്ക് കയറാൻ നേരമാണെങ്കിൽ രാമേട്ടൻ വണ്ടി എടുക്കുന്നുണ്ട്. കാറിലേക്ക് ശാലിനി കയറാൻ നേരം ശിവനാണെങ്കിൽ ശാലിനി എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുകയാണ്. അന്നേരം ഈ ഉമ്മറത്ത് നിർമ്മലയും റാണിയും ചന്ദ്രയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അപ്പോൾ ശാലിനിയും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ഒരു യാത്രയുടെ കാര്യം പറഞ്ഞല്ലോ, പിന്നീട് അതിനെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയാനായി ഞാനും രേഷ്മയും കൂടി മധുരയ്ക്ക് പോകുന്നുണ്ട്, അപ്പോൾ ശിവനും കൂടി വരണം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നമ്മളീ പോകുന്ന യാത്ര രഹസ്യമായിരിക്കണം, വിഷ്ണുവേട്ടൻ മരിച്ചു എന്നുള്ള സത്യാമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല, പിന്നെ അത് അറിയിക്കുമ്പോഴുണ്ടാകുന്നത് അച്ഛൻ്റെ അവസ്ഥയും ഒക്കെ അറിയാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നിൽ നിന്ന് ഒരു രഹസ്യവും പുറത്തു പോയില്ല, എന്നെ വിശ്വസിക്കാം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ എൻ്റെ മനസ്സിനോട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്, ഈ മരണകാര്യം പറയാമെന്നുള്ളത്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും പിന്നീട് എന്തുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഒറ്റയ്ക്ക് നിന്ന് ശാലിനി പ്രതികൂട്ടിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത്, ഈ ചോദ്യം ഞാൻ എന്നോട് ഒരുപാട് തവണ ആലോചിച്ചതാണ്, പിന്നെ ഭ്രാന്തമായൊരവസ്ഥയിൽ എല്ലാം തുറന്നു പറയുന്ന വരെ ചിന്തിച്ചതാണ്, പക്ഷേ എന്തോ അതിന് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഇൻഷുറൻസ് തുക കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കണം, ഒരു പുണ്യപ്രവൃത്തി, അതിന് വേണ്ടിയിട്ടാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോകുന്നത്. ഈ ഒരു യാത്രയുടെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥയായിരിക്കും വീട്ടിൽ പറയാനൊക്കെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ശിവനോട് പറയുന്നുണ്ട്. അന്നേരം സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എന്തിനും ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഇനി ഒരു യാത്ര പറച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി തിരിച്ച് കാറിലേക്ക് കയറാൻ നേരം ശിവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാം ശരിയെന്ന രീതിയിൽ ശിവൻ ഇങ്ങനെ തല ഒരുക്കുന്നുണ്ട്. എന്നിട്ട് നിർമ്മലയെ റാണിയും ചന്ദ്രയൊക്കെ നോക്കുകയാണ്. പക്ഷേ ഇവരിങ്ങനെ സംസാരിക്കുന്ന നിർമ്മല അവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് അന്ന് ശിവനാണെങ്കിൽ തിരിഞ്ഞ് അവരെയൊക്കെ നോക്കുമ്പോൾ നിർമ്മല അന്നേരം ഒരു ചെറിയൊരു സംശയമൊക്കെ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ പോലെ നിർമ്മലയ്ക്ക് തോന്നുന്നു എന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ശാരദാമ്മയാണെങ്കിൽ അവിടെ പൂജാമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമയാണെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിൽ എത്തുന്നുണ്ട്. അന്നേരം ശാന്ത അവിടെയുണ്ട്. അന്നേരം ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുത്തു വിടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് വരികയാണെങ്കിൽ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാത്തിനും കാശ് വേണ്ടേ, അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുറവ് അറിയില്ലായിരുന്നു, ഇപ്പോൾ അച്ഛനാണെങ്കിൽ കാശിന് നേട്ടോട്ട് ഓടുകയാണ്, ഒരു അച്ഛന് ആര് കടം കൊടുക്കാനാണ്, ഒരു സ്ഥിരതയില്ലാതെ ജീവിക്കുന്ന ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, പണം ഉണ്ടാക്കി വെക്കാത്തതും സഹായിക്കാത്തതൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെ പിടിപ്പുകേട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ശാരികേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം, ഇതിപ്പോൾ മുന്നേ പണമൊക്കെ കണ്ടെത്തി വെക്കാനുള്ളതല്ലായിരുന്നു, ഇപ്പം അമ്മയില്ല, ഇപ്പോൾ ആര് കണ്ടെത്തി വെക്കാൻ, ഇതിപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പറയുന്നുണ്ട്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, അത് അങ്ങനെയൊന്നും പറയരുത്, ശാരദാമ്മയാണെങ്കിൽ നേരത്തെ ഇതിനുള്ള പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്, ഒരു ചിട്ടിക്ക് ചേർന്നതും പണം സ്വരൂപിച്ചതും ഒക്കെ അതിനു വേണ്ടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ചേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സീമേച്ചിയുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ ചിട്ടിക്ക് ചേർന്ന്
വട്ടം എത്തിയത് കൊണ്ട് 1 രൂപ പോലും കുറയാതെ മുഴുവൻ തുകയും കിട്ടിയിട്ടുണ്ട്. സീമേച്ചിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സീമേച്ചി വിളിച്ചില്ലേ, കൊണ്ട് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയ്ക്ക് ആ പൈസയുടെ ആ ഒരു എമൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് സീമേച്ചിയെ വിളിച്ചാൽ മതി, കൊണ്ടുവന്ന് തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനി ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട് അത് ശരിയാണ്, അപ്പോൾ അതിൻ്റെ അടുത്ത് സമാധാനമായി. പക്ഷേ ഈ കാര്യം ഇപ്പോൾ അച്ഛനോട് പറയണ്ട, അച്ഛനാണെങ്കിൽ എവിടെയൊക്കെയോ കാശിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഇത് കിട്ടുമെന്ന് അറിഞ്ഞാൽ പിന്നെ ഒന്നിനും ശ്രമിക്കത്തുമില്ല, ആരോട് ചോദിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ചിലവാക്കി കളയുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം, ചേച്ചി ആരോടും പറയണ്ട ഇപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല ശരി, ഞാൻ ആരോടും പറയുന്നില്ല, കാര്യങ്ങൾ നടന്നേ മതി, ശരിയും കൊച്ചും സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നാൽ മതി, അല്ലാതെ എനിക്കൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും ശ്യാമ എടുത്തെടുത്ത് പറയുന്നുണ്ട് അച്ഛൻ അറിഞ്ഞാൽ അത് ശരിയാവില്ല, കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാലേ വെക്കും, അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ആരോടും പറയണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അന്നേരം ഇല്ല മോളെ, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, മോള് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം വൈകിട്ടത്തെ പലഹാരത്തിന് മാവ് നനയ്ക്കാനുണ്ട്, ഞാൻ അതിൻ്റെ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ശ്യാമ വീണ്ടും ആ പൈസയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്നിട്ട് ഞാൻ പോയി മാവെടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സ് എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വേഷമാണ്, അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയി ശ്യാമയാണെങ്കിൽ ഈ പൈസ 1 ലക്ഷം രൂപയുണ്ട് എന്നിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം ശാന്തയും അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ശ്യാമ എന്തിനാ എടുത്തെടുത്ത് ആരെയും അറിയിക്കണ്ടെന്ന് പറഞ്ഞത്? ചിലപ്പോൾ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ എന്തിനാ അതേക്കുറിച്ച് ആലോചിക്കുന്നത്? അവരുടെ അച്ഛൻ്റെ ഇതല്ലേ, അവരുടെ അമ്മ സമ്പാദിച്ച കാശ് എനിക്കിപ്പോൾ എന്താ, ആരായാലും അവിടെ ചിലവാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ശാന്തയെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ശാരദാമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് അവരുടെ അച്ഛൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ. ഈ 3 മക്കളെല്ലാവരും കൂടി ചേർന്ന് അങ്ങേരെയും കൂടി പിന്നെ വേറെ രൂപത്തിലാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടും ശാന്ത അത് ആലോചിക്കുന്നുണ്ട്. ഈ ശ്യാമ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അന്നേരവും ശ്യാമ അവിടെ വീണ്ടും പൈസ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മിക്കവാറും ഇത് ശ്യാമയാണെങ്കിൽ ആ പൈസ ഇത് മാറ്റും, ആരോടും പറയത്തുമില്ല, സീമേച്ചിയുടെ കയ്യിൽ പോയി വാങ്ങുകയും ചെയ്യും, ആരെയും അറിയിക്കത്തുമില്ല. അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതേസമയം സോമശേഖരനും കുറേ പോലീസുകാരും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. അന്നേരം സോമശേഖരൻ നല്ലൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം പിറകിലിരിക്കുന്ന കോൺസ്റ്റബിൾ എവിടെ നിന്നാ, കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പെങ്ങളുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നാണെന്ന് പറയുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ടെന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട്. കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചമ്പക്കര മാർക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മൾ 2 പോലീസുകാരേ ഉള്ളൂ എന്ന് ഈ കോൺസ്റ്റബിൾ ഇങ്ങനെ പേടിയോടെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ എനിക്കറിയാം, ജെയ്സനെ പിടിക്കാനാണ് പോകുന്നത്, അവനെ പുലിമടയിൽ ചെന്നല്ലേ, പുലിയെ പിടിച്ചാലല്ലേ അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ, പിന്നെ കൂടെ വരാൻ പറ്റുന്നവർക്ക് വന്നാൽ മതി, അല്ലാത്തവർ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ കുറേ ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ശിവൻ ആണെങ്കിൽ വിഷ്ണുവിനെ ജീപ്പും കൊണ്ടുവന്ന് അങ്ങോട്ട് കുറുകിന് വട്ടം വയ്ക്കുന്നുണ്ട്. അന്നേരം സോമശേഖരൻ ഇറങ്ങുന്നുണ്ട്, പോലീസുകാർ ഇറങ്ങുന്നുണ്ട്, ശിവനും ആ ജീപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം വണ്ടിക്ക് വട്ടം വയ്ക്കുന്ന എടുത്ത് മാറ്റിട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ നമ്മൾ തമ്മിലൊരു ചെറിയൊരു കടം ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ വധിക്ക് വെക്കുകയാണ്, പക്ഷേ ഇപ്പോൾ ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ തരാമെന്നതാണ്. സാറ് സോമശേഖരനാണ് വിളിക്കുന്നത്. സോമശേഖരനെ അന്വേഷിച്ച് പോകുന്ന ജെയ്സൺ ആണെങ്കിൽ ഇപ്പോൾ ചമ്പക്കര മാർക്കറ്റിലല്ല, മുട്ടം പാലത്തിൻ്റെ അടിയിലുണ്ട്. പക്ഷേ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ അവർ കമ്പത്തിരിയും പടക്കം മത്താപ്പും എല്ലാം ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ചെന്ന് കയറുന്നവർ ഒറ്റ എണ്ണത്തിൻ്റെ ജീവൻ ബാക്കി ഉണ്ടാകുന്നില്ല. ഞാനിപ്പോൾ അവന്മാരെ കണ്ടേച്ചും വരികയാണ്. ഈ തടി ഞാൻ വില പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, സോമശേഖരൻ്റെ ഈ തടി. പക്ഷേ അത് ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വഴി ഇൻഫർമേഷൻ പറഞ്ഞു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നുമില്ലാതെ അങ്ങ് ചെന്ന് കയറി കൊടുത്താൽ പിള്ളേർ പടം ഭിത്തിയിൽ തൂക്കും, അതുകൊണ്ട് തിരിച്ചു വിടുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സോമശേഖരന്നൊക്കെ എൻ്റെ ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാനിപ്പോൾ ജീവൻ രക്ഷിക്കാനൊരു ട്രിക്ക് പറഞ്ഞു തന്നതല്ല, അല്ലാതെ ചെന്ന് കയറി കൊടുത്താൽ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ തമ്മിൽ വേറൊരു കട ഉണ്ടല്ലോ, ഇനി തൻ്റെ ഈ മുഖത്തിന് ചേരാത്ത സാധനമല്ലേ വെച്ചിരിക്കുന്നത്, ഞാൻ കൂളിംഗ് ഗ്ലാസ് സോമശേഖരൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. അന്നേരം ഡാന്ന് വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ശിവനിങ്ങനെ കൈയൊക്കെ വെച്ച് തകർക്കുകയാണ്. എൻ്റെ വിലപിടിപ്പുള്ള ഗ്ലാസ്സാണ് നീ എന്ന് തറയിൽ ചവിട്ടി പൊട്ടിച്ചത്, അന്നേ ഞാൻ നിന്നെ നോക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ സീൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ട് നിനക്കിത് വേണ്ട, ഞാനിതങ്ങ് എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ആ കൂളിംഗ് ഗ്ലാസ് അങ്ങോട്ട് ശിവൻ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ തടി എന്തായാലും ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല, കാരണം ശിവൻ വില പറഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അപ്പോൾ വണ്ടി എന്നാൽ തിരിച്ചു വിടുകയല്ലേ, അല്ലാതെ ചെന്ന് കയറി കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ട്. തൻ്റെ മുഖത്തിന് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് ശിവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പോട്ടെ സോമശേഖര എന്നൊക്കെ വിളിക്കുകയാണ്. ആ ഒരു ചെറിയ ഡയലോഗൊക്കെ, പഞ്ച് ഡയലോഗ് കുറേ എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് ആ കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ശിവനാണെങ്കിൽ സ്ലോ മോഷനിൽ ഇങ്ങനെ എല്ലാ കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി പൊക്കി ഷർട്ടിൻ്റെ കോളറൊക്കെ പുറകിലോട്ടിട്ട് ആ ഒരു സീൻ എന്ന പോലെ ഇങ്ങനെ തിരിച്ച് നടന്നു പോയി ജീപ്പിൽ കയറി പോകുന്നുണ്ട്. അന്നേരം സോമശേഖരൻ ഇങ്ങനെ ആകെ മാറി നിൽക്കുകയാണ്. ചുറ്റും കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ഈ സംഭാഷണമൊക്കെ കേട്ട് അവരെല്ലാവരും കേട്ടു ആകെ ഒരു മാനം കെട്ട് നിൽക്കുകയാണ്. അന്നേരം അപ്പോൾ കൂളിംഗ് ഗ്ലാസ് പോയല്ലോ സാറേ എന്നിങ്ങനെ കോൺസ്റ്റബിൾ പറയുമ്പോൾ എന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തിരിക്കുന്നുണ്ട്. ശിവൻ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഗോപാലകൃഷ്ണനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പിള്ള ഉമ്മറത്തല്ല ഹാളിൽ നിന്ന് എന്തൊക്കെ കണക്ക് നോക്കുകയാണ്. ഗോപാലകൃഷ്ണൻ സാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറുന്നുണ്ട് ഉമ്മറത്തേക്ക്. ശാലിനി കുഞ്ഞ് വന്നിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ ശാലിനിയെ കാണാനല്ല വന്നത്, സത്യാമ്മയെ കാണാനാണ് വന്നതെന്ന് പറയുകയാണ്. അന്നേരം അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ പുറത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം പിള്ള ചെന്ന് സത്യഭാമയോട് പറയുന്നുണ്ട് ശാലിനി കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു. അന്നേരം ആര് ഗോപാലകൃഷ്ണനോ എന്നും പറഞ്ഞ് വലിയ കാര്യത്തോടെ ഭാമ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം പിള്ളയോട് ചോദിക്കുകയാണ് ശാലിനിയുടെ അച്ഛൻ വന്നിട്ട് ഇവിടെയാണ് ഒരുത്തുന്നത്, അകത്തേക്ക് വിളിക്കാത്ത എന്താന്നൊക്കെ പിള്ളയെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് പിള്ള വിളിച്ചതാണ്, ഞാനാ പറഞ്ഞ് ഇവിടെ ഇരുന്നോളാം. അന്നേരം അകത്തേക്ക് കയറി ഇരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വന്നത് എന്ന് ഗോപാലകൃഷ്ണൻ്റെ വിഷമത്തിലൊക്കെയാണ്. അന്നേരം എന്ത് കാര്യമായാലും അകത്തിരുന്ന് സംസാരിക്കാമല്ലോ, വന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പിന്നെ ഇരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും ഗോപാലകൃഷ്ണനെ കാര്യം പറയാനായിട്ട് വരുമ്പോൾ എന്ത് കാര്യമായാലും ഇരുന്ന് സംസാരിക്കാമല്ലോ, ഇരിക്കുമെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. പൊന്നി വരുന്നുണ്ട്. അന്നേരം പൊന്നിയോട് ചായ എടുക്കാൻ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ ഇറങ്ങി വരുന്നുണ്ട്. ഇതാര് ഗോപാലകൃഷ്ണനോ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അവിടേക്ക് വന്നിരിക്കുകയാണ്. അന്നേരം ഞാൻ വന്നത് വേറൊരു കാര്യത്തിലാണെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ശാലിനി അവിടെ മുറ്റത്ത് വരുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നടന്നിങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ സംസാരിച്ച് തുടങ്ങുന്നത്. എൻ്റെ മോള് ശാരികയാണെങ്കിൽ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10-80,000 രൂപയോളം ബില്ല് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ വഴി നോക്കാനാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ കാശിന് ആവശ്യമുണ്ട്, ഇവിടെ നിന്ന് കിട്ടുമോയെന്നറിയാനാണ് എന്നിങ്ങനെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഒരു വിഷമത്തോടെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാമയ്ക്ക് ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. ശാലിനി ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചോടെ വാതിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗോപാലകൃഷ്ണൻ സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരമാണ് ഇവരെല്ലാവരും ശാലിനിയെ കാണുന്നത്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി ശാലിനി സഹായിക്കാമെന്ന് പറയുമ്പോൾ അതോ ഇനി ആ ചിട്ടിപ്പൈസ സീമേച്ചിയാണെങ്കിൽ ഇനി ശാലിനിയുടെ കയ്യിൽ ഏൽപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ അത് ശ്യാമ എന്തായാലും കൈക്കലാക്കും. അതൊക്കെ ഇനി എന്താണെന്നുള്ളതും അടുത്ത മധുരയാത്രയും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.